ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒരുപാട് കാലം പരിശീലകനായി വർക്ക് ചെയ്തിട്ടുള്ള തോമസ് ഷോർസ് നിലവിൽ ഡൽഹിയുടെ മുഖ്യ പരിശീലകനാണ്. ഡൽഹിയെ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ തോമസിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അദ്ദേഹം എക്സിൽ പങ്കുവച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ ഒരു വ്യക്തിയാണ് തോമസ് ഷോർസ്. ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകനുണ്ട്. അതായത് നിങ്ങളുടെ ടീമിന് ഒരു SDയെയും അതുപോലെ തന്നെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ആവശ്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ SD ആയ സ്കിൻകിസിനെയും CEO ആയ അബിഗിനെയും പുറത്താക്കണം എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവശ്യപ്പെടുകയാണ്. ആ രണ്ടുപേരെയും നിങ്ങൾക്ക് വേണോ എന്നായിരുന്നു തോമസിനോടുള്ള ചോദ്യം. അതിനുള്ള റീപ്ലൈ തോമസ് നൽകിയിട്ടുണ്ട്. അത് ഒരൽപ്പം വ്യത്യസ്തമാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ CEOയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. അതേസമയം സ്കിൻകിസിനെ നിങ്ങൾ നൽകുകയാണെങ്കിൽ ഇരു കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. ഇതാണ് തോമസിന്റെ ഒരു മറുപടി വന്നിട്ടുള്ളത്. അതായത് അബിഗിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ ടീമിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിനോടകം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ സ്കിൻകിസിനെ നൽകുകയാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ തോമസ് പറഞ്ഞിട്ടുള്ളത്. ഈ റീപ്ലേക്ക് പലവിധ വ്യാഖ്യാനങ്ങളും ആരാധകർ നൽകുന്നുണ്ട്. അതായത് സ്കിൻകിസിനെ തോമസിന് ഇഷ്ടമാണ്, സ്കിൻകിസിന്റെ പ്രവർത്തനങ്ങളോട് ഈ പരിശീലകന് മതിപ്പുണ്ട്, പക്ഷെ അബിഗിനെ വേണ്ട എന്നാണ് ഇദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനകത്തെ പ്രധാന പ്രശ്നക്കാരൻ അബിഗാണോ എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അബിഗിനോട് തോമസ് കൂടി ആ ഒരു വിമുഖത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്കിൻകിസിനോട് തോമസിന് പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും അബിഗിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് ഇത്. അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബക്കാര് അദ്ദേഹം ടീമിനകത്തേക്ക് തിരികെ കയറ്റിയത് വലിയ വിവാദമായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.